ഹലോ, എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മൾക്ക് മീനെണ്ണ ഗുളിക കഴിക്കുന്നതിന്റെ ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. മീനെണ്ണ ഗുളികയിൽ ഒരുപാടായിട്ട് ഒമേഗ 3 ഫാറ്റി ആസിഡ്സ് അടങ്ങിയിട്ടുണ്ട്. അതുപോലെ തന്നെ വൈറ്റമിൻ എ, വൈറ്റമിൻ ഡി അടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മളുടെ ഇമ്മ്യൂണിറ്റി കൂട്ടാനാണെന്നുണ്ടെങ്കിലും നമ്മുടെ ശരീരത്തിൽ ഉണ്ടാവുന്ന ഇൻഫ്ലമേഷൻ കുറയ്ക്കാനാണെങ്കിലും ഇൻഫെക്ഷൻ കുറയ്ക്കാനൊക്കെ ആണെങ്കിലും ഈ ഒരു സപ്ലിമെന്റ് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. നമ്മുടെ ബ്രെയിനിന്റെ ഹെൽത്തിന് വളരെയധികം നല്ലതാണ്. നമ്മൾക്ക് ഓർമ്മക്കുറവുണ്ടെങ്കിൽ അതുപോലെ കുറച്ച് പ്രായമായിട്ടുള്ള ആൾക്കാരൊക്കെ ആണെന്നുണ്ടെങ്കിലും ഈ സപ്ലിമെന്റ്സ് എടുക്കുന്നത് വളരെയധികം നല്ലതായിരിക്കും. സ്കിന്നിന്റെ ആരോഗ്യത്തിന്, ഹെയറിന്റെ ആരോഗ്യത്തിനൊക്കെ ഈ ഒരു സപ്ലിമെന്റ് നല്ലതാണ്. നമ്മളുടെ ബോഡിയിൽ ഉണ്ടാകുന്ന ഇൻഫെക്ഷൻ കുറയ്ക്കാനാണെങ്കിലും ഇൻഫ്ലമേഷൻ കുറയ്ക്കാനാണെങ്കിലും ഈ സപ്ലിമെന്റ് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അതുപോലെ നമ്മൾക്ക് ചീത്ത കൊളസ്ട്രോൾ കുറയ്ക്കാനും നല്ല കൊളസ്ട്രോൾ കൂട്ടാനും BP നിയന്ത്രിക്കാനും ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ രക്തത്തിൽ ഉണ്ടാകുന്ന ക്ലോട്ടുകളെ തടയാനും ഇത് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഇൻഫെർട്ടിലിറ്റി ട്രീറ്റ്മെന്റ് എടുക്കുന്ന ആൾക്കാരൊക്കെ ഈ സപ്ലിമെന്റ് എടുക്കുകയാണെങ്കിൽ വളരെയധികം നല്ലതായിരിക്കും. കണ്ണിലേക്ക് വരികയാണെങ്കിൽ നമ്മുടെ കണ്ണിന്റെ ആരോഗ്യത്തിന് വളരെയധികം നല്ലതാണ്. പ്രത്യേകിച്ച് നമ്മൾക്ക് തിമിരത്തിന്റെ ഇഷ്യൂസ് ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ കണ്ണിൽ പ്രഷർ കൂടുന്ന ബുദ്ധിമുട്ടൊക്കെ ഉണ്ടെങ്കിൽ ഈ ഒരു സപ്ലിമെന്റ് എടുക്കുന്നത് വളരെയധികം നല്ലതായിരിക്കുള്ളൂ. അതുപോലെ നമ്മൾക്ക് ഈ വാദസംബന്ധമായിട്ടുള്ള അസുഖങ്ങൾ ഉണ്ടെങ്കിൽ, അതായത് സന്ധിവാദം അതുപോലത്തെ വാദസംബന്ധമായിട്ടുള്ള അസുഖങ്ങൾ ഉണ്ടെങ്കിൽ, ഓട്ടോൺ ഇമ്മ്യൂൺ റിലേറ്റഡ് ആയിട്ടുള്ള ഇഷ്യൂസ് ഉണ്ടെങ്കിലൊക്കെ ഈ ഒരു സപ്ലിമെന്റ് എടുക്കുന്നത് വളരെയധികം നല്ലതായിരിക്കും. അതുപോലെ നമ്മൾക്ക് ഈ ഒരു സപ്ലിമെന്റ് എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. പ്രഗ്നന്റ് ആയിട്ടുള്ള വുമൺസ് എടുക്കുമ്പോൾ ശ്രദ്ധിക്കണം. അതുപോലെ വൈറ്റമിൻ ഡിന്റെ ട്രീറ്റ്മെന്റ് എടുക്കുന്ന ആൾക്കാരാണെങ്കിലും ശ്രദ്ധിക്കണം. കാരണം ഇന്ന് ഈ സപ്ലിമെന്റ്സ് ഒക്കെ നമുക്ക് ഓൺലൈനിൽ അവൈലബിൾ ആണ്. അതുകൊണ്ട് കറക്റ്റ് ഡോസ് നോക്കിയിട്ട് വേണം നമ്മൾ എടുക്കാനായിട്ട്. സപ്ലിമെന്റ് എടുക്കുമ്പോൾ ഒരു 3 മാസം നമ്മൾ അടുപ്പിച്ച് കഴിച്ചിട്ട് നമുക്കത് സ്റ്റോപ്പ് ചെയ്യാം. പിന്നെ ഒരു 6 മാസം കഴിഞ്ഞിട്ട് വീണ്ടും നമുക്ക് ഈ സപ്ലിമെന്റ് സ്റ്റാർട്ട് ചെയ്താൽ മതി. നമ്മളൊന്ന് 3 മാസം കഴിച്ച് സ്റ്റോപ്പ് ചെയ്തിട്ട് വേണം പിന്നെ 6 മാസം കഴിഞ്ഞിട്ട് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. സപ്ലിമെന്റ്സ് എടുക്കുകയാണെങ്കിൽ നമ്മുടെ ബോഡിയിൽ അത് ഒരുപാട് നല്ലതാണ്. നമുക്ക് റെസ്പിറേറ്ററി റിലേറ്റഡ് ആയിട്ടുള്ള ഇഷ്യൂസ് ഉണ്ടെങ്കിൽ, കഫക്കെട്ട് അല്ലെങ്കിൽ എന്ത് തരത്തിലുള്ള ഇൻഫെക്ഷൻ ആണെങ്കിലും ഇൻഫ്ലമേഷൻ ആണെങ്കിലും അത് കുറയ്ക്കാനൊക്കെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. നമ്മുടെ ബോഡിയിൽ ഒരുപാട് കാര്യങ്ങൾക്ക് ഗുണം ചെയ്യുന്ന ഒന്നാണ് ഈ ഒരു സപ്ലിമെന്റ്. സ്കിന്നിനാണെങ്കിലും ബ്രെയിൻ ആണെങ്കിലും ഹാർട്ടിനാണെങ്കിലും BP കുറയ്ക്കാനാണെന്നുണ്ടെങ്കിലും കണ്ണിന്റെ ആരോഗ്യത്തിനാണെന്നുണ്ടെങ്കിലും ഓർമ്മക്കുറവ് റിലേറ്റഡ് ആയിട്ടുള്ള ഇഷ്യൂസ് ആണെങ്കിലും അതുപോലെ ഏജ് റിലേറ്റഡ് ആയിട്ടുള്ള ഇഷ്യൂസ് ആണെങ്കിലും ഒക്കെ ഈ ഒരു സപ്ലിമെന്റ് എടുക്കുന്നത് നല്ലതാണ്. അതുപോലെ നമ്മൾക്ക് ആന്റി ഏജിങ്, നമുക്ക് ഈ പ്രായക്കൂടുതൽ തോന്നിക്കുന്നുണ്ട് ഫേസിൽ, അല്ലെങ്കിൽ നമ്മുടെ ഫേസ് ഒക്കെ ഡ്രൈ ആവുന്നുണ്ട്, അതുപോലത്തെ ഇഷ്യൂസ് ഒക്കെ ഉള്ള ആൾക്കാർക്കും ഈ സപ്ലിമെന്റ്സ് എടുക്കാവുന്നതാണ്.